ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശിയോട് നാഗേന്ദ്രനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി നയന ന്യൂട്രലിൽ വന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിക്ക് ദേഷ്യം വരികയാണ്. എന്തിനാണ് ഇവിടെ നിന്ന് പുറത്തായ ആൾക്കാരെ കുറിച്ച് നയനമോള് ചോദിക്കുന്നത്? മുത്തശ്ശന് ഇഷ്ടമില്ലാത്ത ആൾക്കാരാ അത്. മുത്തശ്ശൻ അതുകൊണ്ടാണ് ഇവിടെ നിന്ന് അവരെ പുറത്താക്കിയത്. അതുകൊണ്ട് അയാളെ കുറിച്ച് ഒരു കാര്യം ചോദിക്കേണ്ട ആവശ്യമില്ല നയന. നിന്റെ കയ്യിലൊരു കുഞ്ഞുണ്ട്, ആ കാര്യത്തെക്കുറിച്ച് മാത്രം നീ ചിന്തിച്ചാൽ മതി നയന എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. വേറൊരു കാര്യത്തെക്കുറിച്ചും കൂടെ ആലോചിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ ദേവയാനിയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് ആദർശമോൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും, അതുകൊണ്ടായിരിക്കും മോള് വന്ന് അമ്മയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് അമ്മ എന്നൊക്കെ പറയുമ്പോൾ വേണ്ട, ആരെന്ത് പറഞ്ഞാലും എന്നോട് വന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിക്കണ്ട, അവരെക്കുറിച്ച് അറിയേം വേണ്ട, കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴേക്കും നമ്മുടെ നയനയാണെങ്കിൽ എന്നാലും അമ്മ എന്താണ് മുത്തശ്ശിയൊന്നും ഈ കാര്യത്തെക്കുറിച്ചൊന്നും പറയാത്തത്? പക്ഷേ നാഗേന്ദ്രൻ്റെ ഇതിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയണമല്ലോ. ഇവിടെ കുറ്റവാളി നാഗേന്ദ്രനല്ല ജലജാപ്പച്ചിയാണെന്നൊക്കെ മനസ്സിലായ കാര്യമല്ലേ. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് മനസ്സിലാക്കണ്ടേ അമ്മ എന്നൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അതൊന്നും ഇപ്പോൾ ചിന്തിക്കണ്ട. ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് പുറത്തായ ഒരാൾക്കാരെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കരശ്യം വരും. അതുകൊണ്ട് നമ്മുടെ രീതിയിൽ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോവുക, അത്രയും മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനിയും പോവുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദർശ് ഈ ഒരു ചോദ്യമായിട്ട് തന്നെ ഈ അജയൻ്റെ പിന്നാലെ നടക്കുകയാണ്. അപ്പോൾ ഇളയച്ച എനിക്കറിയണം ഇളയച്ച, എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന്. അപ്പോൾ എന്തിനാണ് നാഗേന്ദ്രൻ ഇവിടുന്ന് പുറത്താക്കിയെന്ന്? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നാഗേന്ദ്രനെ പുറത്താക്കിയ കാര്യം അറിയാലോ, പിന്നെ എന്തിനാ ചോദിക്കുന്നത്? എനിക്ക് നാഗേന്ദ്രനെ കുറിച്ച് ഒന്നും പറയാനില്ല, അവൻ മഹാകള്ളനാണ്, പെരുങ്കള്ളനാണ് എന്നൊക്കെ പറയാണ്. നാഗേന്ദ്രൻ എങ്ങനെ പെരുങ്കള്ളനാവും? ഇവിടെ തെറ്റ് ചെയ്തത് ജലജാപ്പജിയല്ലേ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നാഗേന്ദ്രന് കുറ്റവാളിയാകുന്നത്? നാഗേന്ദ്രൻ നിരപരാധിയല്ലേ. നാഗേന്ദ്രൻ ഒരുപാട് കാര്യങ്ങളെല്ലാം ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ടില്ലേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അജയനാകെ കലി വന്നിട്ടില്ല. അയാൾ ഒരു കാര്യവും ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ടൊന്നുമില്ല. അവനെ മഹാകള്ളനാണ്. നിന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞത് ആരാണ്? ആ സ്വർണ്ണപ്പണിക്കാരനല്ലേ. അയാളോട് പറഞ്ഞത് ആരാണ്? ഈ നാഗേന്ദ്രൻ അയാളോട് പറഞ്ഞത് മുഴുവനും പച്ച കള്ളമാണ്. ഇതിൽ ജലജ നിരപരാധിയാണ്. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റുകൾ ചെയ്തത് മുഴുവനും ഈ നാഗേന്ദ്രനാണ്. അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് പറയണ്ട ആദർശേ. എന്നാലും ഇളച്ച എന്താ ഇളച്ച ഇത്? ഈ കമ്പനി ഉയർന്നു വരാനുള്ള കാരണക്കാരനും നാഗേന്ദ്രനല്ലേ? ആര് പറഞ്ഞു? ഞാനും നിന്റെ അച്ഛനും മുത്തശ്ശനൊക്കെ കൂടി ചേർന്നത് കൊണ്ടാണ് ഈ കമ്പനിയും ഈ വീടൊക്കെ ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള കാരണം. മനസ്സിലായല്ലോ? അല്ലാണ്ട് എവിടെന്നും വലിഞ്ഞു കയറി വന്ന നാഗേന്ദ്രനൊന്നുമല്ല. അവൻ്റെ അച്ഛനും അമ്മയെ അവന് യഥാർത്ഥ പേര് തന്നെയാണ് ഇട്ടേക്കണത്, നാഗേന്ദ്രൻ. ദേ കൊടുത്ത പാലിന് തന്നെ അവൻ തിരിച്ച് കൈകിട്ട് കൊത്തും, ആ ഒരു സ്വഭാവമാണ് അവൻ്റേത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അജയൻ ഇങ്ങനെ പറയണം. ദേ ആദർശേ, നീ നിന്റെ കാര്യം നോക്കി നടക്കട്ടോ. ഇനി ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് ഈ കുടുംബത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന നിൽക്കണ്ട. ശരി ഇളയച്ച, ഇളയച്ചനും ഇത് തന്നെയാണ് പറയുന്നതെങ്കിൽ പിന്നെ ഞാനെന്തിനും ഇതിൻ്റെ പിന്നാലെ നടക്കുന്നത്? അതിൻ്റെ കാര്യമൊന്നുമില്ല, അതിൻ്റെ ആവശ്യവുമില്ല. ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ആദർശ് പോയെങ്കിലും ജയൻ എന്തൊക്കെയോ അറിയാവുന്ന രീതിയിൽ, അതായത് അജയൻ്റെ മുഖം അവിടെ മാറി മറിയുന്ന ആ ഒരു രീതിയാണ് അവിടെ കാണിച്ചു കൂടുന്നത്. ദൈവം ഇനി എന്തെങ്കിലും സത്യം അറിയോ എന്നുള്ളൊരു തോന്നലാണ് അജയൻ്റെ മനസ്സിനുള്ളിൽ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയാണ്. അപ്പം അനിയ എന്തൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് അനിയുടെ അമ്മ അങ്ങോട്ട് കയറി വരുന്നത്. അപ്പം അനിയുടെ അമ്മ ചോദിക്കണം, എടാ നീ എന്താണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്കെന്താ ആലോചിക്കാനും പാടില്ലേ? അല്ല, നീ അവളെക്കുറിച്ചല്ലടാ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെക്കുറിച്ച്? ഞാൻ ആരെയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നില്ല. നമുക്കിത് എന്തിൻ്റെ കേടുണ്ടായിട്ടാണ് എന്നൊക്കെ ഇനി ചോദിക്കുമ്പോൾ, എടാ എനിക്കറിയാം നിന്റെ മനസ്സിൽ ആ നന്ദു ആണെന്ന്, പക്ഷെ അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അമ്മ എന്തിനാമ്മ എപ്പോഴും ഈ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എൻ്റെ മനസ്സിൽ നന്ദുവാണെന്നുള്ള കാര്യം ഞാൻ എല്ലാവരോടും തുറന്നു പറഞ്ഞ കാര്യമാണ്. അപ്പോൾ എന്തിനാ ആ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എടാ നിനക്ക് എന്താണ്, നീ എന്തിനു കേട്ടിട്ടാ നീ അന്ന് പോയത് നന്ദുവിൻ്റെ ഒപ്പം അല്ലേടാ? നീ നന്ദുവിൻ്റെ ഒപ്പം അല്ലേ പൊന്മുടിയിലേക്ക് പോയതെന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മക്ക് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. ഞാൻ ആരോടൊപ്പം പോയുമില്ല, ഞാൻ എങ്ങോട്ടും പോയുമില്ല. അമ്മ ആ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിൽ ചുമ്മാ ചെറുതാക്കാനായിട്ട് നിൽക്കരുത്. ദേ അനി, നിൻ്റെ ഡിവോഴ്സ് കഴിയാത്തത് കൊണ്ടാ. ഡിവോഴ്സ് കഴിഞ്ഞിരുന്നെങ്കിലേ നീ
അവന്തിക മോളെയായിരുന്നു കല്യാണം കഴിക്കേണ്ടത്. ഡിവോഴ്സ് കഴിയാതെ നിന്റെ ഭാഗ്യം. ഇനിയൊരു കാര്യം വിചാരിച്ചോ, ഡിവോഴ്സ് കഴിഞ്ഞാലും നീ നന്ദുമായിട്ടുള്ള കല്യാണം നടക്കില്ലടാ. ഞാൻ അതിന് സമ്മതിക്കില്ല, ഉറപ്പായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. അമ്മ സമ്മതിക്കണ്ട, ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ നീ കല്യാണം കഴിക്കാതെ എന്ത് ചെയ്യും? എടാ നിനക്ക് നാണമുണ്ടോ? എടാ നന്ദുവിൻ്റെയും അനിയുടെ ഈ നവീൻ്റെയൊക്കെ കല്യാണം നിശ്ചയിക്കാനായിട്ട് പോവാണ്. നവീൻ ചെന്ന് നന്ദുവിൻ്റെ വീട്ടിൽ പെണ്ണാലോചിച്ചിരിക്കുകയാണ്. എന്നിട്ട് അതൊന്നും നിനക്കറിയാം. എന്നിട്ട് നിനക്ക് നാണമില്ലാതെ നീ എന്തിനാണ് ആ നന്ദുവിൻ്റെ പിന്നാലെ നടക്കുന്നത്? അമ്മേ, ഞാൻ ആരുടെയും പിന്നാലെ നടന്നിട്ടില്ല. എനിക്ക് നാണത്തിനൊരു കുറവുമില്ല. ഞാൻ ആരെയും ചീറ്റ് ചെയ്തിട്ടില്ല. എടാ നീ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നീ പറഞ്ഞു നിന്റെ മനസ്സിൽ നന്ദു മാത്രമാണ്, നന്ദു മാത്രമാണ്. അതെ, നന്ദു മാത്രമാണ് എന്ന് വിചാരിച്ച് നവീൻ്റെയും നന്ദുവിൻ്റെയും കല്യാണം നടക്കാൻ പോകണമെങ്കിലേ അതൊന്നും ഞാൻ മുടക്കാനായിട്ട് പോകുന്നില്ല. എൻ്റെ മനസ്സിൽ നന്ദു മാത്രമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എടാ പിന്നെന്തിനാണ് നിന്റെ മനസ്സിൽ നന്ദുവിനെ കൊണ്ട് നടക്കുന്നത്? നിനക്ക് വേറൊരു കല്യാണം കഴിച്ചൂടെ? ഇല്ല, വേറൊരു കല്യാണം കഴിക്കില്ല. കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ നന്ദുവിനെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ. ഇനി നവീൻ്റെയും നന്ദുവിൻ്റെയും കല്യാണം കഴിയുകയാണെങ്കിൽ ഞാൻ വേറൊരു പെണ്ണിനെയും എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ച് വരത്തില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഈ ജന്മത്ത് എൻ്റെ കല്യാണം നടക്കില്ല. എടാ അപ്പം എനിക്കൊരു മരുമകളെ വേണ്ടേടാ? ആ, അമ്മക്ക് മരുമകളെ വേണ്ട, അതാലോചിച്ചുകൊണ്ടിരുന്നാൽ മതി. ഈ കാലത്ത് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് പറ്റുമോ അമ്മേ? നമുക്ക് നാണമില്ലേ? മരുമകളെ കിട്ടണം എന്ന് പറഞ്ഞാൽ നടന്നാൽ അതൊന്നും സാധ്യമാവാത്ത കാര്യമാണ്. ഒരാൾക്ക് ഒരു മനസ്സിൻ്റെ ഇഷ്ടമുണ്ട്, അതിനനുസരിച്ച് മാത്രമേ നടക്കാനായിട്ട് പറ്റുള്ളൂ. ഒരാളെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാനായിട്ട് പാടില്ല. ഈ ഭൂമിയിൽ എല്ലാവർക്കും സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള അവകാശവും അധികാരങ്ങളൊക്കെ ഉണ്ടമ്മേ, അതമ്മ മനസ്സിലാക്കണം എന്നും പറഞ്ഞുകൊണ്ട് അനി ഒറ്റ പോക്കാണ്. അപ്പോൾ ഈ നമ്മുടെ അനിയുടെ അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥ ചാനലിക്ക്. അങ്ങനെ പിന്നീട് ഈ അനിയാണെങ്കിൽ നേരെ അജയൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അച്ഛാ, എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. എന്താണ് നിനക്ക് പറയാനുള്ളത്? അച്ഛാ, എനിക്ക് അച്ഛൻ സപ്പോർട്ട് നിൽക്കണം നന്ദുവിൻ്റെ കാര്യത്തിൽ. എനിക്ക് നന്ദുവിനെ ഇഷ്ടമെന്ന് അച്ഛനറിയാലോ. അപ്പോൾ ഈ കാര്യത്തിൽ അച്ഛൻ എനിക്ക് സപ്പോർട്ട് നിൽക്കുമല്ലോ. എടാ എങ്ങനെയാണ് നിൽക്കുന്നത്? എടാ ഈ നന്ദുവിൻ്റെയും അതേപോലെ തന്നെ നവീൻ്റെയൊക്കെ കല്യാണം ഉറപ്പിക്കാനായിട്ട് പോവല്ലേ? അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് നിന്റെ പക്ഷത്ത് നിൽക്കുന്നത്? എനിക്കതിന് സാധിക്കോ? അച്ഛൻ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അച്ഛൻ എൻ്റെ ഒപ്പം നിൽക്കുകയോ ഇല്ലയോ? അതാണ് എനിക്കറിയേണ്ടത്. ഇത് കേട്ടാൽ നമ്മുടെ അച്ഛനൊന്ന് ആലോചിക്കുക. അച്ഛനൊന്ന് ആലോചിച്ചതിന് ശേഷം ബുദ്ധിമുട്ടുണ്ട് എനിക്ക് നിൽക്കാനായിട്ട്. എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ പറയുന്നത് ചോദിച്ചപ്പോഴേക്കും, എടാ ഇവിടെ ആർക്കും ഒരു താല്പര്യമില്ല. പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഈ നന്ദുവിൻ്റെ വീട്ടിൽ പോയി പെണ്ണാലോചിച്ചാണല്ലോ ആദ്യം. അപ്പോൾ അവർ തന്നെയാണ് പറഞ്ഞത് ഈ കല്യാണത്തോട് താല്പര്യമില്ല എന്ന്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ എതിർത്ത് നിൽക്കുമ്പോൾ നിനക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് ഞാൻ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ സ്ഥിതി? നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ? പിന്നെ അതുമാത്രമല്ല, ഈ നയനയും നവ്യയും ഒക്കെ ഈ വീട്ടിലേക്ക് വന്ന ആളാണ്. പിന്നെ അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ വേറൊരു പെൺകുട്ടിയും ഇങ്ങോട്ട് വരുന്നു. അതൊക്കെ നല്ല ഏർപ്പാടാണോടാ? ഓഹോ, അത് ശരി. അപ്പം അച്ഛനും ഇങ്ങനെയാണ് മനസ്സിൽ കരുതിയിരിക്കുന്നത്. അച്ഛനെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും കരുതിയില്ല കേട്ടോ അച്ഛാ. പക്ഷേ അച്ഛൻ ഇങ്ങനെയൊന്നും ചിന്തിക്കണ്ടായിരുന്നു. എടാ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചൊന്നുമില്ല. എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇതുമില്ല. പക്ഷേ ഈ നയന മോൾക്കൊന്നും നന്ദു ഇങ്ങോട്ട് വരണമെന്ന് യാതൊരു താല്പര്യമില്ല. ഇനി ഇതുവരെ ഞാൻ സമ്മതിച്ചാൽ പോലും നന്ദുവിൻ്റെ അമ്മയും അച്ഛനും സമ്മതിക്കോ? ഇല്ല. അവരെ ധിക്കരിച്ചുകൊണ്ട് നന്ദു ഇങ്ങോട്ട് വരുമോ? അതുമില്ല. പിന്നെ എന്തിനാടാ നീ ചുമ്മാ കിടന്ന് തല പുകച്ചുകൊണ്ട് നിൽക്കുന്നത്? നീ പോകാൻ നോക്കാനേ. ശരി അച്ഛാ. അച്ഛനും എൻ്റെ കൂടെ നിൽക്കില്ലെങ്കിൽ എന്താണെന്ന് എനിക്കറിയാം, വേണ്ട എന്താ ചെയ്യേണ്ടതെന്നറിയാം എന്ന് പറഞ്ഞുകൊണ്ട് നീ എവിടുന്ന് പോവാണ്. അപ്പോഴും അജയൻ മനസ്സിൽ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. പറ്റില്ല, ഈ ഒരു സാഹചര്യത്തിൽ നന്ദുവിനെ പോലൊരു പോലീസ് ഓഫീസർ ഈ കുടുംബത്തിലേക്ക് കയറി വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വലിയൊരു പ്രശ്നം തന്നെയായിരിക്കും ഉണ്ടാകാനായിട്ട് പോകുന്നത്. അപ്പോൾ അജയൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ അനന്തപുരിയിൽ വലിയൊരു രഹസ്യം തന്നെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ അജയൻ തന്നെയാണോ ഇതിലെ ഏറ്റവും വലിയ കുറ്റവാളി? അപ്പോൾ ഇതാണിപ്പോൾ രഹസ്യം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനി വന്ന് നന്ദുവിനോട് പറയുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദുവിനാണെങ്കിൽ ആകെ ടെൻഷനാണ്. എന്ത് ചെയ്യോടാ? ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആരോട് എന്ത് തുറന്നു പറയുമെന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥ. എടി എന്തായാലും തുറന്നു പറയണം. നിനക്ക് എങ്ങനെയാണ് ഇത്രയും ധൈര്യമൊക്കെ വന്നത്?
ദേ ഞാനൊരു പോലീസ് ഓഫീസറാണ്, 4 ഗുണ്ടകൾ ഒരുമിച്ച് വന്നാൽ അവരെന്നെ അടിച്ചു തെറിപ്പിക്കാനുള്ളൊരു ധൈര്യമൊക്കെ എനിക്കുണ്ട്. പക്ഷേ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിലാണെങ്കിൽ എനിക്ക് ധൈര്യം എല്ലാം ചോർന്നു പോകും. അവരെന്തെങ്കിലും പറയുമ്പോൾ അതിനെ എതിർത്ത് പറയാനൊന്നും എനിക്ക് പറ്റത്തുമില്ല, എനിക്കതിന് സാധിക്കത്തുമില്ല എന്നൊക്കെ പറയാണ്. എടി ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞേ മതിയാവുള്ളൂ. എത്രയും പെട്ടെന്ന് ആ അനാമികമായിട്ടുള്ള ആ ഒരു ഡിവോഴ്സ് നടന്നാൽ മതിയായിരുന്നു. ആ മാരണം എൻ്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ തന്നെ എനിക്ക് പകുതി ആശ്വാസമായി. ഇത് കഴിഞ്ഞപ്പോഴേക്കും അതിന് നവീനേട്ടൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല നവീൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ടെന്ന്. നീ അങ്ങനെ പറയരുത് കേട്ടാ, നമ്മുടെ ആത്മാർത്ഥ സുഹൃത്താണ് നവീൻ. അപ്പോൾ നവീനേട്ടൻ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും പറയാനായിട്ട് പാടില്ല. എടി ഇപ്പോൾ നീയും നവീനുമായിട്ടുള്ള ആ ഒരു കല്യാണത്തിന് തയ്യാറെടുത്തിരിക്കുകയാണല്ലോ നവീന്. അപ്പോൾ എൻ്റെ ഡിവോഴ്സ് കാര്യത്തിൽ അവൻ എതിർപ്പ് കാണിക്കും. നീ കണ്ടോ ഈ പ്രാവശ്യം കോടതി കൂടാൻ നേരത്തെ എതിർപ്പ് കാണിക്കുന്നത് കണ്ടോ? അവൻ അത്രയും പെട്ടെന്നൊന്നും എനിക്ക് ഡിവോഴ്സ് മേടിച്ചറിയില്ല. അങ്ങനെയൊന്നും പറയരുത്, നിനക്ക് വേണ്ടിയല്ലേ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യം മനഃപൂർവ്വം കേസ് തോക്കുന്നത് നീ കണ്ടോ? അങ്ങനെയൊന്നും പറയരുത് അനി. നവീനേട്ടനെ പോലെ ഒരാൾ അങ്ങനെയൊന്നും ചെയ്യില്ല. നമ്മുടെ ആത്മാർത്ഥ സുഹൃത്ത് തന്നെയാണ് നവീനേട്ടൻ. അതുകൊണ്ടാണല്ലോ ചില സത്യങ്ങളെല്ലാം നിനക്ക് തുറന്നു പറയാൻ പറ്റാതിരുന്നത്. അതേടാ, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് അത് സഹിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. അതും നവീനേട്ടനെ പോലെ ഒരു നല്ലൊരു ചെറുപ്പക്കാരനെ എങ്ങനെയാണ് വേദനിപ്പിക്കുന്നത്? നമ്മളൊരു പൊട്ടം കളിപ്പിക്കുകയാണെന്നൊക്കെ നവീനേട്ടൻ വിചാരിക്കില്ലേ? അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ആ ബന്ധം എന്നേക്കുമായി അവസാനിക്കും. ആ ബന്ധം അങ്ങനെ അവസാനിപ്പിക്കാനൊന്നും എനിക്ക് കഴിയില്ലടാ. നവീനേട്ടൻ നമ്മളോടൊന്നും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ഇതേവരെ. അപ്പോഴേക്കും നിനക്കൊക്കെ സഹായം ചെയ്തു തന്നതേ നവീന് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ചിലപ്പോൾ ആയിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം. സുഹൃത്ത് എന്നുള്ളൊരു ഇഷ്ടവും ഉണ്ടല്ലോടാ. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ പോരേടാ. നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. എന്തായാലും അനാമികമായിട്ടുള്ള ഡിവോഴ്സ് എനിക്ക് കിട്ടണം. ലക്ഷങ്ങൾ വേണമെങ്കിൽ കൊടുക്കാം. അന്ന് അയാളെ ചോദിച്ചപ്പോൾ തന്നെ ലക്ഷങ്ങൾ കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു എന്നൊക്കെ അനി പറയുക. അങ്ങനെ ശരി എങ്കിൽ പിന്നെ ഞാൻ പോവാണെന്നും പറഞ്ഞുകൊണ്ട് അനി അവിടെ നിന്ന് വിട്ടയച്ച് പോവുകയാണ്. നന്ദുവിന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. അങ്ങനെ ഈ അനി നവീനെ കാണാനായിട്ട് ചെല്ലുകയാണ്. എടാ ഈ പ്രാവശ്യം നീ കേസ് വാദിക്കുമ്പോൾ എനിക്ക് ഡിവോഴ്സ് പെട്ടെന്ന് തന്നെ തരണം എന്ന് പറഞ്ഞപ്പോഴേക്കും അത് ഞാനാണ് നിശ്ചയിക്കുന്നത്. എൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചിരിക്കും. എടാ നീ ഈ പ്രാവശ്യം കേസ് ജയിക്കോ? അതെനിക്കങ്ങനെ അറിയാം. എതിർപക്ഷം വക്കീൽ വരുന്നത് പോലെ ഇരിക്കും. എല്ലാം എൻ്റെ വിജയം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് നടക്കാനായിട്ട് പറ്റുമോ? പിന്നെ നിന്നെ എങ്ങനെയും ജയിപ്പിക്കാനല്ലേ ഞാൻ നോക്കുള്ളൂ. പിന്നെ അത് മാത്രമല്ല നന്ദുവിൻ്റെയും എൻ്റെയും കല്യാണം നടക്കാനായിട്ട് പോവുകയാണല്ലോ. പക്ഷേ നീ എന്നെ ഒരുപാട് ചതിച്ചു. നന്ദുവിനോട് എൻ്റെ ഇഷ്ടം തുറന്നു പറയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ നന്ദുവിനോട് പോയി പറഞ്ഞില്ലല്ലോ. നീ പറഞ്ഞില്ല. നീ അപ്പം എന്നെ ചതിക്കല്ലേ ചെയ്തത്. നിന്നെ ആത്മാർത്ഥ സുഹൃത്തായിട്ട് എനിക്ക് കാണാനായിട്ട് പറ്റുമോ? ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ അനി ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ്. അല്ല ഞാൻ ഈ കേസ് വാദിച്ച് ജയിക്കുകയാണെങ്കിൽ എൻ്റെയും നന്ദുവിൻ്റെയും കല്യാണം നീ മുൻകൈയെടുത്ത് നടത്തി തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അനിയാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. എന്താ നീ ഒന്നും മിണ്ടാത്തത്? അത് പിന്നെ ആദ്യം ഡിവോഴ്സ് നടക്കട്ടെ. അത് പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് നന്ദുവിനെ കല്യാണം കഴിക്കണം, ഇതാണ് എൻ്റെ ആഗ്രഹം. അത് നീ മുൻകൈ എടുത്ത് നടത്തി തരുമോ? അത് മാത്രമാണ് എനിക്കറിയേണ്ടത്. ഇത് കേട്ട അനിയാണെങ്കിൽ അനിയുടെ മുഖഭാവമൊക്കെ അങ്ങോട്ട് മാറുക. അപ്പോൾ ഈ നവീനാണെങ്കിൽ വേർക്കടാ, നീ ശരിക്കും അങ്ങോട്ട് വേർക്കണം. എന്നെ പൊട്ടം കളിപ്പിച്ച് നിന്നെ ഇനി പൊട്ടം കളിപ്പിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സി യു. ബൈ.